രാജ്യത്തെ നടക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ 16ാം വാർഷികമാണ് ഇന്ന്. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടക്കും. രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ 166 ജീവനുകളാണ് പൊലിഞ്ഞത്. അജ്മൽ കസബിനെ പിടികൂടി ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. ഈ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി ഹാപ്പനിംഗ് അവേഴ്സിന്റെ 1 മണിക്കൂറോടെ പൂർണ്ണമാവുകയാണ്. ഇനി ആദ്യമെത്തും വാർത്തകളിൽ. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ഒന്നടങ്കം നടുക്കിയ രാത്രിയായിരുന്നു 2008 നവംബർ 26. 3 ദിവസമാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നീണ്ടുനിന്നത്. ആക്രമണ പരമ്പരയിൽ 22 വിദേശികളടക്കം 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. AK-47 തോക്കുകളും ഗ്രനേഡും സ്ഫോടക വസ്തുക്കളുമായി നുഴഞ്ഞുകയറിയ 10 ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരർ മുംബൈയിലെ നരിമാൻ ഹൌസ്, ലിയോപോൾഡ് കഫേ, ആഡംബര ഹോട്ടലുകളായ താജ് മഹൽ പാലസ്, ഒബ്രോയ് ട്രൈഡന്റ്, കാമ ഹോസ്പിറ്റൽ, ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളെ അക്ഷരാർത്ഥത്തിൽ ചോരക്കളമാക്കി മാറ്റുകയായിരുന്നു. ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ ലഷ്കർ ഭീകരർ ആദ്യം CST റെയിൽവേ സ്റ്റേഷനായിരുന്നു ലക്ഷ്യമിട്ടത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ 58 പേർ കൊല്ലപ്പെട്ടു. അജ്മൽ കസബും ഇസ്മായിൽ ഖാനുമായിരുന്നു ഇവിടുത്തെ കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ആക്രമണത്തിൽ 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. CSTയിലെ വെടിവെപ്പിന് 10 മിനിറ്റുകൾക്ക് ശേഷമാണ് നരിമാൻ ഹൌസിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂതമത വിശ്വാസികളുടെ കേന്ദ്രമായിരുന്ന ചബാഡ് ലുബാവിച്ച് ഔട്ട്റീച്ച് സെന്റർ ആക്രമിക്കുന്നതിനു മുൻപ് രണ്ടാമത്തെ ഭീകര സംഘം അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷൻ തകർത്തിരുന്നു. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ജൂത പുരോഹിതനും ഭാര്യയും 5 ഇസ്രായേലി ബന്ദികളുമായിരുന്നു കൊല്ലപ്പെട്ടത്. ലിയോപോൾഡ് കഫേയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് നേരെയായിരുന്നു ഭീകരർ വെടിയുതിർത്തത്. നരിമാൻ ഹൌസിൽ ആക്രമണം നടക്കുന്ന അതേ സമയത്തായിരുന്നു ഇവിടെയും വെടിവെപ്പുണ്ടായത്. കഫേയിൽ നിന്ന് താജ് ഹോട്ടലിലേക്ക് പോയ ഷോയിബ്, ഉമർ എന്നീ ലഷ്കർ ഭീകരർ യാത്രാമാർഗെ ടാക്സിയിലും ബോംബ് സ്ഥാപിച്ചിരുന്നു. പിന്നീട് താജിലെത്തിയ ഇവർ അബ്ദുൾ റഹ്മാൻ ബാഡ, അബു അലി എന്നിവരുമായി ചേർന്നാണ് ഹോട്ടലിൽ ആക്രമണം നടത്തിയത്. താജ് ഹോട്ടലിന്റെ സൈഡ് ഡോറിലൂടെ പ്രവേശിച്ച ഷോയിബും ഉമറും കണ്ണിനു മുന്നിൽ പെട്ടവർക്ക് നേരെയെല്ലാം നിറയൊഴിച്ചു. അതേസമയം തന്നെയാണ് ഹോട്ടലിന്റെ മുൻവശത്തുകൂടി പ്രവേശിച്ച് മറ്റൊരു സംഘവും ആക്രമണം നടത്തിയത്. 31 പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഓബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിലും സമാനമായിരുന്നു സാഹചര്യങ്ങൾ. റെസ്റ്റോറന്റ് വഴി ഹോട്ടലിലേക്ക് പ്രവേശിച്ച 2-അംഗ സംഘം ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. CST റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ച ശേഷം കസബും ഇസ്മായിൽ ഖാൻ എന്ന മറ്റൊരു സഖാംഗവും ചേർന്നാണ് കാമ ആശുപത്രി ആക്രമിക്കുന്നത്. അവിടെ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിലാണ് ATS മേധാവി ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരെ തീവ്രവാദികൾ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ജീപ്പ് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കവെയാണ് കസബ് പിടിയിലാകുന്നത്. ഭീകരരെ കീഴ്പ്പെടുത്താൻ ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന പേരിൽ 200 പേരടങ്ങുന്ന NSG കമാൻഡോ സംഘത്തെയാണ് വിന്യസിച്ചത്. നവംബർ 26-ന് ആരംഭിച്ച ആക്രമണം നവംബർ 29-ന് രാവിലെ 8 മണിക്കാണ് അവസാനിക്കുന്നത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ തീവ്രവാദ വിരുദ്ധ സേനാ മേധാവി ഹേമന്ത് കർക്കറെ, ACP അശോക് കാന്തെ, ഇൻസ്പെക്ടർ വിജയ് സലസ്കർ, മലയാളിയായ NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഓപ്പറേഷനിൽ ജീവൻ നഷ്ടപ്പെട്ടു. 4 വർഷങ്ങൾക്ക് ശേഷം 2012 നവംബറിൽ കസബിനെയും ഇന്ത്യൻ ഭരണകൂടം തൂക്കിലേറ്റി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.